വൈകുന്നേരമാകുന്നു. അപ്പോൾ തിരക്കും കൂടുകയാണ്. പലയിടങ്ങളിലും നല്ല തിരക്കാണെന്ന് തന്നെയാണ്. പലയിടങ്ങളിലും എല്ലായിടത്തും നല്ല തിരക്കാണ്. നമ്മൾ ഡൽഹിയിലേക്കൊന്ന് പോകാം അല്ലെ, ഡൽഹിയിൽ പോയി വരാം. INA മാർക്കറ്റിലാണ് വിനിത വിജി. വിനിത, അപ്പോൾ ഉത്രാട ദിനാശംസകൾ ഒരിക്കൽ കൂടി നേരുകയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പോലെ ഒരുപക്ഷെ ഇവിടുത്തേക്കാൾ കൂടുതൽ അവിടെ മലയാളികൾ ഓണം ദിവസങ്ങളെടുത്ത് ആഘോഷിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നാളെ ഉത്തരഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലൊക്കെ കേന്ദ്രീകരിച്ച് വലിയ ജനസഞ്ചയം ഒഴുകിയെത്താൻ പോകുന്നു. ഇന്ന് INA മാർക്കറ്റിലെ പ്രധാനപ്പെട്ട മലയാളികളുടെ ഒരു പ്രധാന മാർക്കറ്റാണ് INA മാർക്കറ്റ്. അവിടുത്തെ കാഴ്ച എങ്ങനെയാണ് വനിത? ഉത്രാടത്തിന്റെ ആശംസകൾ അനുജ. ഹഷ്മി സൂചിപ്പിച്ചതുപോലെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും വളരെ സുലഭമായി ലഭിക്കുന്നത് ഡൽഹിയിലെ ഈ INA മാർക്കറ്റിലാണ്. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് തുണിത്തരങ്ങളുണ്ട്, ഒപ്പം അവർക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളുണ്ട്. ഇങ്ങനെ ഒരു സദ്യവട്ടം ഒരുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഈ മാർക്കറ്റിൽ ലഭിക്കുമെന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ അവസാനവട്ട ഒരു ഉത്രാട പാച്ചിലിൽ തന്നെയാണ് ആളുകൾ. അവർ ഓണക്കോടിയൊക്കെ എടുക്കാൻ വരുന്ന കാഴ്ചകളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കേരളത്തിൽ നിന്നൊക്കെ ഉൾപ്പെടെയുള്ള വസ്ത്രങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചേട്ടൻ, അദ്ദേഹം ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. നേരത്തെ തന്നെ വലിയ തിരക്കിലായിരുന്നു. ചേട്ടാ, എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? എങ്ങനെ പോകുന്നുണ്ട്? നല്ല രീതിയിൽ പോകുന്നു, കുഴപ്പമൊന്നുമില്ല. ഇപ്പം 2-3 ദിവസമായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇന്ന് ഇച്ചിരി തോർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മഴ പെയ്തപ്പോൾ ഒരു ആശങ്ക ഉണ്ടായോ? ഒരു നെഞ്ചിടിപ്പ് കൂടിയോ? നെഞ്ചിടിപ്പ് ശകലം ഒന്ന് കൂടിയായിരുന്നു. കാര്യം ഇന്നലത്തെ 2 ദിവസം പോലെ ആയി പോകുന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം മാറിക്കിട്ടി. ഇപ്പോൾ ഒരു സന്തോഷം മനസ്സിൽ. ഡൽഹിയിൽ ഓണം എങ്ങനെയാ? ഇപ്പൊ നമ്മളിവിടെ കടയിൽ കാണും. ഞാനിപ്പോൾ നോക്കിയിട്ട് നാട്ടിലേക്കാളും നമുക്ക് നല്ലതായിട്ട് തോന്നുന്നു ഇവിടെ. ഇവിടെ ആകുമ്പോൾ എല്ലാം നമ്മുടെ പിള്ളേർ സെറ്റ് കണ്ടില്ലേ, പിള്ളേരെല്ലാം ഉണ്ട് ഇവിടെ. അതുപോലെ നമ്മുടെ സാധനങ്ങൾ വിൽക്കുന്നതിന്റെ തിരക്കും ആൾക്കാർ മാർക്കറ്റിലെ തിരക്കും എല്ലാം കൂടെ കാണുമ്പോൾ നമുക്ക് തന്നെ പ്രത്യേക സന്തോഷമാണ്. എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ നിന്നാണോ ഡ്രസ്സൊക്കെ ഇവിടെ എത്തിക്കുന്നത്? കസവ് സാരികൾ ഇത് കംപ്ലീറ്റ് കുത്തമ്പള്ളിയുടെ ഐറ്റമാണ്. ലേബൽ സഹിതമാണ് നമ്മൾ കൊണ്ടുവരുന്ന അവരുടെ, അല്ല ലോക്കലായിട്ടല്ല, ലേബൽ സഹിതം. ഓണത്തിന് സ്പെഷ്യൽ ഓഫറൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും നാടിനേക്കാളും വിലക്കുറവാണ് നമ്മൾ സാധനം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ. ഈ തിരക്കിടയിലെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റുമോ? തീർച്ചയായിട്ടും വാങ്ങിക്കാം, കുഴപ്പമൊന്നും ഇല്ലാതെ. നമുക്ക് എല്ലാ സാധനവും ഇവിടെ കിട്ടുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ചേച്ചി, എങ്ങനെയുണ്ട് ഓണം സാധനങ്ങളൊക്കെ വാങ്ങിയോ? ഉത്രാടപ്പാച്ചിലിന്റെ അവസാനമായിട്ട് വാങ്ങിച്ചു ഇന്നലെ ഞങ്ങൾ ആർക്കേപ്പുരത്ത്. ഞാൻ ആർക്കേപ്പുര. പച്ചക്കറിയൊക്കെ നമുക്ക് നാട്ടിൽ കിട്ടുന്നൊക്കെ ഇവിടെ കിട്ടുന്നു. എല്ലാം ഇവിടെ വരും ഓണച്ചന്തയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ഐറ്റം. നാട്ടിൽ പോകുമ്പോഴത്തേനും ഒരു വിഷമമുണ്ടോ? ഇല്ല, ഒട്ടുമില്ല. ഞങ്ങളിപ്പോ ശരിക്കും ഇവിടെ ഡൽഹി മലയാളികളാണ്. അതെ, നമുക്ക് ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷമാണല്ലേ? ഞങ്ങൾക്ക് ഇനി വരാൻ പോണല്ലോ. DMAയുടെ ഉണ്ട്, NSSന്റെ ഉണ്ട്, പള്ളി വഴിക്കുണ്ട്, ഓരോ ഡിപ്പാർട്ട്മെന്റ് വഴിക്കാണ്. ഞങ്ങൾക്ക് കേരളത്തിലെ പോലെ 10 ദിവസത്തെയല്ല ഓണം. ഞങ്ങൾ ഈ വർഷം അവസാനം വരെ ചലിക്കും. ഇപ്പം എന്തൊക്കെയാ പച്ചക്കറികൾ സാധനങ്ങളൊക്കെ വാങ്ങി? നീ ഇപ്പൊ എന്താ അടുത്ത പരിപാടി? എന്താ INA ഡ്രസ്സ് എടുക്കാൻ വന്നാണ്. ചേച്ചിയുടെ മോളുണ്ട് കൂടെ, ഡ്രസ്സ് എടുത്തിട്ട് പോണു. അപ്പം ഒരു കുറച്ച് കുട്ടികൾ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇതെല്ലാരും ഇങ്ങനെ ചിരിക്കുക. എങ്ങനെയുണ്ട് ഓണമൊക്കെ? എങ്ങനെയുണ്ട്? ഓണൊക്കെ അടിപൊളിയായിട്ടുണ്ട്. സാധനങ്ങളൊക്കെ വാങ്ങി വാങ്ങിച്ചോണ്ടിരിക്കുന്നു. എന്താ ലേറ്റ് ആയി പോയോ? വല്ലാണ്ട് ലേറ്റ് ആയി. നാട്ടിൽ പോകാൻ പറ്റിയിട്ടില്ല? അതിന്റെ ഒരു വിഷമം? അങ്ങനെയൊന്നുമില്ല, എല്ലാരും ഉണ്ടല്ലോ. നാട്ടിൽ 10 ദിവസത്തെ ഓണമാണ്. പക്ഷെ ഇവിടെ ഞങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു 4-5 മാസം ഓണമായിട്ട് തന്നെയാണ് പോകുന്നത്. നമ്മുടെ സാരിന്റെ ട്രെൻഡ് എന്താ ഇപ്പോൾ ഡൽഹിയിൽ? നമ്മുടെ കസവ് സാരി തന്നെയാണ്. കസവ് സാരി ഉണ്ട്, അല്ല നമ്മളിപ്പോ ഈ പ്രിന്റുകൾ പല പല പ്രിന്റ് സ്റ്റൈൽ വരുന്നുണ്ട്. അതായത് ഇത് ഇങ്ങനെയുള്ള സ്റ്റൈൽ, ഇത് കണ്ടോ പ്രിന്റിങ്, ഇതുപോലുള്ള ടൈപ്പ് ഇങ്ങനെയുള്ള ഐറ്റംസുകൾ ഇപ്പൊ ഇഷ്ടം പോലെ ചലിക്കുന്നുണ്ട്. ഇതൊക്കെ ഇപ്പോഴത്തെ ഫാഷനാണ്. ലൈനിങ് ഉണ്ട്, ചെക്ക് ഉണ്ട്, അങ്ങനെ പല ടൈപ്പായി ഇപ്പോൾ. നാട്ടിലെ പൊലിമ ഒട്ടും കുറയാണ്ട് നമുക്ക് ഇവിടെ അങ്ങ് ആഘോഷിക്കാം. അടുത്തേക്കാളും ബെറ്ററായിട്ട് നമുക്ക് ഇവിടെ ആഘോഷിക്കാം ആണ് ഡൽഹി എന്ന് പറയുന്നത്. ഇപ്പോൾ തീർച്ചയായും ഇത് തന്നെയാണ് നമുക്ക് ഈ കടകളിലൊക്കെ കാണാൻ കഴിയുന്ന അവസാനവട്ട തിരക്കുകളൊക്കെയാണ്. സാധനങ്ങൾ വാങ്ങാൻ വരുന്ന ആളുകളുണ്ട്, കുട്ടികളുണ്ട്. ഇപ്പോൾ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം, ഈ INA മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പച്ചക്കറികൾ, നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് പോലുള്ള പച്ചക്കറികൾ, കസവ് സാരികൾ, ഇങ്ങനെ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും. ഓണക്കോടിയൊക്കെ വാങ്ങിയോ? ഉണ്ടായൊരു മഴ ഒരല്പം ആശങ്കയുണ്ടാക്കിയത് തന്നെയാണ്. തീർച്ചയായും അനുജ, ഞാനും ഓണക്കോടിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മളും ഈ ഇതിന്റെ ഇടയിൽ കൂടി നമ്മൾ ഈ കൂടി അത്തരം നമ്മളുടെ ഒരു ഓണവും ആഘോഷമാക്കുകയാണ്. ബൽറാമിന് 2 എണ്ണം വാങ്ങി കൊടുത്തിട്ടുണ്ട്. ബൽറാമിന് 2 എണ്ണം വാങ്ങി കൊടുത്തിട്ടുണ്ട് ഹാഷ്മി. സ്നേഹമയ ഭാര്യ. അവരുടെ വിവാഹം കഴിഞ്ഞ 2 വർഷം അല്ലെ, കഴിഞ്ഞ ദിവസം ആനിവേഴ്സറി ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ബൽറാം വർഷങ്ങളായി ഡൽഹിയിലാണല്ലോ. പക്ഷേ വിനിതയ്ക്ക് അത്ര ഉണ്ടാവത്തില്ല. ബൽറാമിന് ഒരു പക്ഷേ എനിക്കൊന്ന് ബൽറാമിന് നാട്ടിനേക്കാൾ കംഫർട്ടബിൾ ഡൽഹിയാണെന്ന് തോന്നുന്നു അല്ലേ? എത്ര വർഷമായിട്ട് പണ്ട് ഏഷ്യാനെറ്റിൽ ഡൽഹിയിലുള്ള സമയം മുതൽ ബൽറാമിനെ കാണാൻ തുടങ്ങിയതാണ്. ബൽറാം ഡൽഹിക്കാരനായി അല്ലേ? ഡൽഹി മലയാളി. തീർച്ചയായും ഹാഷ്മി, അതെ തീർച്ചയായും. ഇപ്പോൾ ഞാനിപ്പോൾ 1 വർഷം ആയിട്ടേ ഉള്ളൂ ഡൽഹിയിലേക്ക് എത്തുമ്പോൾ. അപ്പോൾ നമുക്ക് ഈ ഡൽഹിയിലെ ചില സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ചില ഈ പ്രാദേശിക ഹിന്ദി ആണെങ്കിൽ പോലും ചില മേഖലകളിലേക്കൊക്കെ വരുമ്പോൾ അത് വലിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും. പക്ഷെ ബൽറാമിനെ സംബന്ധിച്ചിടത്തോളം
15 വർഷത്തിലേറെ ആവുന്നു അദ്ദേഹം ഡൽഹിയിൽ തന്നെയാണ് ഉള്ളത്. അപ്പം നാട്ടിലേതുപോലെ തന്നെ ഡൽഹിയിലെ എല്ലാ മേഖലകളും വളരെ കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ്. ഇപ്പോൾ ഈ INA മാർക്കറ്റിൽ പോലും നമ്മളോട് ഈ ചില ഇപ്പോൾ ഓണത്തിനൊക്കെ ഒരുക്കത്തിന് വേണ്ടിയിട്ടുള്ള ചില പച്ചക്കറികളും സാധനങ്ങളും ഒക്കെ വാങ്ങുന്നതിന് ഓരോ മേഖലയിലും ഓരോ കടകളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞാണ് എന്നെ ഇങ്ങോട്ടേക്ക് വിട്ടേക്കുന്നത്. അതാണ് അദ്ദേഹം എന്നൊക്കെ വളരെ ബഹുമാനത്തോടെയാണ് വിനീത ബൽറാമിനെ കുറിച്ച് സംസാരിക്കുന്നത്. നല്ല കാര്യം. അപ്പോൾ ഓക്കെ, അപ്പോൾ എല്ലാവിധ മംഗളാശംസകളും എല്ലാവിധ ആശംസകളും ഗംഭീരമാവട്ടെ, ജീവിതവും ജോലിയും ഒക്കെ ഗംഭീരമാവട്ടെ വിരുദ. അപ്പോൾ ബൽറാം ദീർഘവർഷങ്ങൾ ഡൽഹി മലയാളിയാണ്. മാത്രമല്ല ബൽറാം മനോഹരമായി കുക്ക് ചെയ്യും. കുക്ക് ചെയ്യുന്ന വെജിറ്റേറിയൻ ഫുഡാണ്, സൂപ്പറായിട്ട് കുക്ക് ചെയ്യും, ഭയങ്കര ടേസ്റ്റിൽ കുക്ക് ചെയ്യും, അതിൽ എൻജോയ് ചെയ്ത് കുക്ക് ചെയ്യുകയും ചെയ്യും. അത് വിനിതയുടെ ലക്ക് കൂടാണ് കേട്ടോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.